ഈവയിലെ ഒരു ഉദ്യോഗാർത്ഥിയായിരുന്ന അന്ന സബാസ്റ്റിൻ പേരിൽ എന്ന ഒരു 26-കാരി വർക്ക് സ്ട്രെസ്സിനാൽ കൊഴിഞ്ഞു വീണ് മരിച്ചു എന്നുള്ള വാർത്ത നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ. ആധുനിക കാലത്തെ വർക്ക് സ്ട്രെസ്സുകൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വർക്ക് സ്ട്രെസ്സുകളാണ്. ഒരു യുവ പ്രൊഫഷണലാണ്, CA ഒക്കെ പാസ്സായി ഒരു 5-6 മാസം ഈവയിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് ജോയിൻ ചെയ്ത അന്നയുടെ മരണം നമ്മുടെ സമൂഹ മനസാക്ഷിയെ നമ്മൾ ചിന്തിപ്പിക്കേണ്ടതാണ്. വാസ്തവത്തിൽ ഈ കുട്ടിക്ക് ഒരു ഓറിയൻറ്റേഷൻ കിട്ടിയിട്ടുണ്ടോ, അത് അവിടെ വർക്ക് ഇത്രമാത്രം അതിനെ സ്ട്രെസ്ഫുൾ ആക്കിയത് എന്താണെന്നൊക്കെ ഒരു പര്യാലോചന നമ്മൾ നടത്തേണ്ടതാണ്. ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനുകളും കോടതികളും മറ്റ് നിയമ സംവിധാനങ്ങളും എല്ലാം അന്നയുടെ മരണത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഈ അന്നയുടെ അമ്മയായ അനിത ഈവയുടെ ചെയർമാനായ രാജീവിന് അയച്ച ഒരു കത്ത് അത് പുറത്തേക്ക് വന്നു. അതെങ്ങനെയാണെന്ന് അറിയില്ല. അത് രഹസ്യമായിട്ട് അയച്ച ഒരു കത്തായിരുന്നു. അന്നയുടെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഈവയിലെ വർക്കിനെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് അമ്മ ഒരു ചെയർമാന് രഹസ്യമായി അയച്ചൊരു കത്ത് ഈവയിലെ ഉദ്യോഗസ്ഥർ തന്നെ പുറത്തു വിട്ടുവെന്നാണ് അന്നയുടെ പിതാവായ സെബാസ്റ്റ്യൻ പറയുന്നത്. ഇത് രഹസ്യമായൊരു കത്തായിരുന്നു. അപ്പോൾ ഇതേപോലെ സമാനമായ സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു ഈവയ്ക്ക് അകത്ത് തന്നെ ഉണ്ട്. അവരാണ് ഈ കത്ത് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചതെന്നാണ് അന്നയുടെ പിതാവായ സെബാസ്റ്റ്യൻ പറയുന്നത്. ഇത് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഞാനൊരു നിയമജ്ഞൻ എന്ന നിലയിൽ പലപ്പോഴും ഫാക്ടറീസ് ആക്ട് നമ്മൾ നോക്കുമ്പോൾ ഫാക്ടറിയിൽ ജോലിയെടുക്കുന്ന തൊഴിലാളികൾ പോലും വ്യക്തമായ നിയമങ്ങളും നിയമാവലികളും എല്ലാം ഫാക്ടറീസ് ആക്ടിൽ പറയുന്നുണ്ട്. ഒരു ഗ്രീവൻസ് അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ അതെങ്ങനെ പരിഹരിക്കണമെന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ നിയമാവലിയുണ്ട്. ഇപ്പോൾ ആധുനിക യുഗത്തിൽ നമ്മുടെ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ജോലി ചെയ്യുമ്പോൾ പല നിയമങ്ങളും ഉണ്ടെങ്കിൽ ഇതൊന്നും ഈ വർക്ക് എൻവയറമെൻറ്റിൽ നടപ്പാക്കപ്പെടുന്നില്ല എന്നുള്ളത് വളരെയധികം നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊരു വർക്ക് സ്ട്രെസ് ആയിരുന്നെങ്കിൽ ഈ കുട്ടിക്ക് വേണേൽ പറയാമായിരുന്നു എന്നൊക്കെയാണ് സമൂഹം പറയുന്നത്. അത് പറഞ്ഞാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ജോലി കളഞ്ഞിട്ട് പോകാം. പക്ഷേ ഒരു യങ് പ്രൊഫഷണൽ ആ കുട്ടിയുടെ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ആദ്യമായിട്ട് കിട്ടിയ ഒരു ജോലിയാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻസി ഒക്കെ പാസ്സായ അതിൻ്റെ മാതാപിതാക്കളെയൊക്കെ അതൊരു സ്വന്തമായി വിമാന ടിക്കറ്റൊക്കെ വാങ്ങിച്ച് അതിനെ പൂനെയിലെ എൻ്റെ വർക്ക് സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചെന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലായി ഇതിൻ്റെ സ്ട്രെസ്സല്ല. അപ്പോൾ അത് മാതാപിതാക്കൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇത് സ്ട്രെസ്ഫുള്ളായ ഒരു എൻവയറമെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. അതിനെ ആശുപത്രിയിൽ ഇവർ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്, കൺസൾട്ട് ചെയ്യാൻ കൊണ്ടുവന്നുണ്ട്, കാർഡിയോളജിസ്റ്റിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ട്രെസ്സും മറ്റ് പാൽപിറ്റേഷൻസും ഒക്കെ അത് പറയുന്നുണ്ട്. പക്ഷേ അത് ആശുപത്രിയിൽ കിടക്കുമ്പോൾ തന്നെ ഓഫീസിലെ ചില ജോലികൾ ഓർത്ത് അത് വീണ്ടും അത് വർക്ക് എൻവയറമെൻറ്റിലേക്ക് പോയി എന്നൊക്കെ ഇതിൻ്റെ മാതാപിതാക്കൾ പറയുന്നുണ്ട്. പലപ്പോഴും നീണ്ട വർക്കിംഗ് അവേഴ്സ് 12-12 വരെ രാത്രി നീളുന്ന വർക്കിംഗ് അവേഴ്സ്. പലപ്പോഴും നമ്മുടെ ഫാക്ടറി സൈക്കിൾ സ്ത്രീകളെയൊക്കെ രാത്രിയിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഷോപ്പ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൽ പോലും രാത്രികളിലൊന്നും സ്ത്രീകളെ വർക്ക് ചെയ്യിപ്പിക്കാൻ പാടില്ല. പക്ഷേ നമ്മുടെ ആധുനിക കാലത്ത് പലപ്പോഴും കൊടുത്ത വർക്കുകളെല്ലാം ഈ കുട്ടി തുടർച്ചയായിട്ട് ഏറ്റെടുത്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഞായറാഴ്ചകൾ പോലും ഇല്ലാതെ തുടർച്ചയായിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നു. ഇതൊരു പഴയ ഒരു അടിമകാലത്ത് അടിമകളെ പോലും ഇങ്ങനെ ചെയ്യിച്ചിരുന്നു നമുക്ക് തോന്നുന്നില്ല. പക്ഷേ ആധുനിക കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാവാം. അപ്പോൾ എത്രമാത്രം നിയമങ്ങളിലെ ബലഹീനതകൾ നമുക്കുണ്ട്, നിയമങ്ങൾ എത്രമാത്രം വേണം, എന്തുകൊണ്ട് ഇത് അസർട്ടീവായിട്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അത് ആദ്യമായിട്ട് കിട്ടിയൊരു ജോലിയാണ്, അത് നന്നായി ചെയ്യണമെന്ന് വിചാരിച്ചു. അതിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജറെ കുറിച്ചൊക്കെ പരാതികൾ പറയുന്നുണ്ട്. കൊടുത്ത ജോലികളെല്ലാം ഇതിനു മുമ്പിരുന്ന അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്ത പല ഉദ്യോഗാർത്ഥികളും ഇതുപോലെ വർക്ക് സ്ട്രെസ്സിൽപ്പെട്ട് ഇതേ സെയിം സംഭവങ്ങളിൽ കൂടെ ഒക്കെ കടന്നു പോയി എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് കൊടുത്ത ജോലികളെല്ലാം ഈ കുട്ടി എടുത്തു. നമ്മുടെ ആധുനിക യുഗത്തിൽ പല കമ്പനികളിലും ഒരു ജോലി ശരിയായിട്ട് ചെയ്തെങ്കിൽ അടുത്ത കമ്പനിയിലേക്ക് പോകാനൊക്കത്തില്ല. അത് ആദ്യമായിട്ട് ഈ അന്ന എന്ന് പറയുന്ന കുട്ടിക്ക് ലഭിച്ച ഒരു ജോലിയാണ്. അത് അടുത്തൊരു ജോലിയിലേക്ക് പോകുമ്പോൾ ഈ ഒരു റെഫറൻസ് ആവശ്യമൊക്കെ വരുമെന്നൊക്കെ വിചാരിച്ച് പഠിച്ചു. പക്ഷേ ഇതിൻ്റെ രണ്ട് മാതാപിതാക്കളും സാമ്പത്തികമായി സുരക്ഷിതമായ ആൾക്കാരാണ്. ഒരാൾ ഒരു കാർഷിക വകുപ്പിൽ ഒരു അഡീഷണൽ ഡയറക്ടറായിരുന്നു. അമ്മയെന്ന് പറഞ്ഞത് ഒരു ബാങ്കിലെ മാനേജറായിരുന്നു. സുരക്ഷിതമായ എൻവയറമെൻറ്റ് സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ജോലി അതിന് പറയാമായിരുന്നു. പക്ഷേ അത് അത്രമാത്രം ആത്മാർത്ഥമായിട്ട് കൊടുത്ത ജോലികളെല്ലാം ചെയ്ത് പോവുകയും വർക്കിൻ്റെ സ്ട്രെസ്സ് കാരണം ആ കുട്ടി മരിക്കുകയും ചെയ്തെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഭാവിയിൽ ആവർത്തിക്കാൻ പാടില്ല. പക്ഷേ ഒരുപാട് തൊഴിലിടങ്ങളിൽ ഇത്തരം ആൾക്കാർ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ശരിയായിട്ട് അവർക്ക് മാർഗ്ഗനിർദ്ദേശം കൊടുക്കണം. ഒരു ഇമോഷണൽ കോഷനെ കുറിച്ചുള്ള ട്രെയിനിങ് കൊടുക്കണം. സൈക്കോളജിസ്റ്റിൻ്റെ സേവനം നമ്മുടെ ഫാക്ടറി എൻവയറമെൻറ്റിൽ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ആവശ്യമാണ്. തുറന്നു പറയാനുള്ള ഗ്രീവൻസ് മെക്കാനിസം ഫാക്ടറി സൈക്കിളൊക്കെ ഉള്ള പോലെ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അത് തുറന്നു പറയാനായിട്ട് ചെയ്യണം. എംപ്ലോയറുടെ ഭാഗത്തു നിന്ന് തന്നെയാണെങ്കിലും ഇങ്ങനെ തുടർച്ചയായിട്ട് വർക്കുകൾ കൊടുക്കാൻ പാടില്ല. ജോലി ചെയ്യുന്നവരെ കൊണ്ട് തന്നെ ജോലി ചെയ്യിപ്പിക്കുന്ന ആ രീതികൾ നമ്മൾ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മൾ ഒരുപാട് ചെയ്യുന്നു. ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനും അതുപോലെ തന്നെ മന്ത്രിസഭാ തീരുമാനങ്ങളും ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇത് ശക്തമായ നിയമങ്ങൾ ഇതിൻ്റെ പിന്നിൽ അത്യാവശ്യമാണ്. ജോലി ഇടത്തിൽ കുഴഞ്ഞു വീണ് മരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അടിമ യുഗത്തിൽ പോലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്.
ഇത് നമ്മൾ വളരെ പുനരാലോചിക്കണം. നമ്മുടെ കുട്ടികളെ തന്നെ നമ്മൾ അസർട്ടീവായിട്ട് വളർത്തിയെടുക്കണം. അഗ്രസീവായില്ലെങ്കിലും സബ്മിസീവായില്ലേ 3 തരത്തിൽ നമുക്ക് പെരുമാറാം. അസർട്ടീവ് ആവാം. അസർട്ടീവ് എന്ന് വെച്ചാൽ കാര്യങ്ങളെ തുറന്ന് വ്യക്തമായി എന്നെക്കൊണ്ട് ഇത് വർക്ക് ലോഡ് ഇത്രയും പറ്റുകയില്ല എന്നുള്ള കാര്യം പറയാം. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ അത് വളരെ ബഹളം വെക്കുന്ന ആ ഒരു രീതി വേണ്ട. സബ്മിസീവ് എന്നെ ഒന്നും കൊള്ളത്തില്ല എന്ന രീതിയിലുള്ള സബ്മിസീവ്നെസ്സും വേണ്ട. നമ്മുടെ കുട്ടികൾ അസർട്ടീവായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ട്രെയിനിങ് നമ്മളവർക്ക് കൊടുക്കേണ്ടതാണ്. അത് കാരണം ഒരു ജോലി പോകുന്നെങ്കിലും ഒക്കെ പൊക്കോട്ടെ എന്ന് തന്നെ നമ്മുടെ മാതാപിതാക്കളും അല്ലെങ്കിൽ ആ ഒരു ഗുരുഭൂതന്മാരും പഠിച്ച കോളേജുകളും ഒക്കെ പഠിപ്പിച്ചിരിക്കണം. ഈ കമ്പനിയുടെ എൻവയറമെൻറ്റ് തന്നെ ആ രീതിയിൽ ഒരു കമ്പനി പോളിസികളും ഒക്കെ അങ്ങനെ മാറ്റിയെടുക്കണം. ചിലപ്പോൾ ഒരു അസിസ്റ്റൻറ്റ് മാനേജറൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ചെയർമാനായ ഈവയുടെ ചെയർമാനായ രാജീവ് അറിഞ്ഞിട്ടുണ്ടാവത്തില്ല. പക്ഷേ ഈവയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് കുറ്റങ്ങൾ ഇവിടെയും സംഭവിച്ചു. കാര്യം ഈ കുട്ടി മരിച്ചതിന് ശേഷം അതിൻ്റെ ശവമടക്കിന് പോവുകയോ അതിൻ്റെ ബന്ധുക്കളൊന്ന് ആശ്വസിപ്പിക്കുകയോ ഒന്നും ഈ കമ്പനിയുടെ ഭാഗത്തില്ല. തികച്ചും ഒരു വർക്കിന് വേണ്ടി മാത്രമുള്ള ഒരു മെഷീൻ എന്നുള്ള രീതിയിൽ മനുഷ്യരെ കരുതുന്ന ഒരു സംസ്കാരം പല കമ്പനികളും നിലവിലുണ്ട്. അതുകൊണ്ടാണ് ഈ കുട്ടി മരിച്ചിട്ട് അതിനെ പോയി ഒരു സാധാരണ ഒരു കമ്പനിയാണെങ്കിൽ എപ്പോഴും ഒരു റീത്തെങ്കിലും കൊണ്ടുവെക്കും. അവരുടെ ഭാഗത്തുനിന്ന് അവർ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ലെന്നൊക്കെയുള്ള പരാതികൾ ധാരാളമായിട്ടുണ്ട്. ആധുനിക കാലത്ത് ഇങ്ങനെ മെഷീൻസിനെ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ രീതികളെയൊക്കെ പറഞ്ഞാൽ മതി, ഇങ്ങനെയുള്ള മെഷീൻസുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹ്യൂമൻ കൺസ്ട്രേഷനും ഇല്ലാത്ത കമ്പനികളെയൊക്കെ നമ്മൾ വെച്ച് പൊറിപ്പിക്കണം. അവരുടെ സേവനങ്ങൾ നമ്മൾ ആവശ്യപ്പെടണം എന്നൊക്കെയാണ്. അത് തെറ്റിപ്പോയതാകും. പക്ഷേ എന്നാലും ഈ കുട്ടിയുടെ ഭാഗത്തും നമ്മൾ കുട്ടികളെ വളർത്തിയെടുക്കുമ്പോൾ അസർട്ടീവായിട്ട് ഒരു ജോലി പോട്ടെ എന്ന് തന്നെ പറയും. ഇതിൻ്റെ മാതാപിതാക്കളുടെ ഗസറ്റ് ഓഫീസേഴ്സാണ്. വേണമെങ്കിൽ അതിന് ആ ജോലി അവസാനിപ്പിക്കാൻ അത്രമാത്രം സ്ട്രെസ്ഫുൾ. പക്ഷേ ആദ്യത്തെ ഒരു ജോലിയാണ് അതിൻ്റെ വശത്തു നിന്ന് തിരിക്കുമ്പോൾ ഇതിനെ കളയാൻ പാടില്ല. കളഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇതിങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചത് ഓവർ സ്ട്രെസ്സായിട്ട് ഞായറാഴ്ചകളിലും രാത്രികളിലും ഒക്കെ വർക്ക് ചെയ്തതാണ്. നമ്മുടെ കുട്ടികൾക്കാർക്കും ഈ ഗതി വരാതിരിക്കട്ടെ. ജോലിയൊക്കെ ഒത്തിരി ഓപ്പർച്യൂണിറ്റികളുണ്ട്. പ്രത്യേകിച്ച് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസി പാസ്സായ കുട്ടിയാണെങ്കിൽ സ്വന്തമായിട്ട് വേണം ജോലി ചെയ്യാം. അല്ലെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവന്യൂസ് ഒരു പ്രൊഫഷൻ എന്നതിൽ അതിന് അവൈലബിൾ ആയിരുന്നു. മാത്രമല്ല ഏത് സ്ട്രെസ് എൻവയറമെൻറ്റിലും നിങ്ങൾ ഒരു ജോലിയിൽ മാത്രം കഴിച്ചു തൂങ്ങേണ്ട ഒരു കാര്യമില്ല. ആധുനിക കാലത്ത് ഇഷ്ടംപോലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആയതിനാൽ ഒരിടത്തും നമുക്ക് വർക്ക് എൻവയറമെൻറ്റ് വളരെ മോശമാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ജീവിതം കളയേണ്ടതില്ല. ജീവിതത്തിൻ്റെ പല ഇതളുകളിൽ ഒന്ന് മാത്രമാണ് ജോലി എന്നുള്ളത് ഓരോരുത്തരും മനസ്സിലാക്കണം. ഒരുപാട് ഇതളുകൾ നമുക്കുണ്ട് ജീവിതത്തിൽ. നമുക്ക് ജീവിക്കാൻ വേണ്ടി ഒരു ജീവനോപാധി വരുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് അതിനകത്ത് ചെറിയതല്ല. അതിനകത്തൊരു ഫാമിലി ലൈഫുണ്ട്, ഒരു സോഷ്യൽ ലൈഫുണ്ട്, റിക്രിയേഷൻ ലൈഫുണ്ട്, സ്പിരിച്വൽ ലൈഫുണ്ട്, ഒരുപാട് ലൈഫുകളുണ്ട്. അപ്പോൾ നമ്മളൊരു വർക്ക് എൻവയറമെൻറ്റിൽ നമുക്ക് വരുന്ന ഇത്തരം സ്ട്രെസ്സുകൾ നമ്മുടെ ജീവനെ തന്നെ അപഹരിക്കുന്നതായ സ്ട്രെസ്സ് ഫുൾ എൻവയറമെൻറ്റ് ഉണ്ടെങ്കിൽ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യണം. ഗവൺമെൻറ്റിൻ്റെയൊക്കെ ശ്രദ്ധയിൽ ഇത്തരം ഒരു സംഭവം വന്ന് ഇത് അനേകം ആൾക്കാർ ഇതുപോലെ ബേൺ ഔട്ട് ആവുന്ന ഒരു കമ്പനിയിലുണ്ടാകും. ശക്തമായ നിയമങ്ങൾ വേണമെങ്കിൽ അത് നടപ്പാക്കണം. അത് അതൊരു മാസ് മൂവ്മെൻറ്റായിട്ട് തന്നെ നമ്മൾ പോയാലും കുഴപ്പമില്ല. ഫാക്ടറീസുകളിൽ പോലും ഫാക്ടറീസ് ആക്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ ശക്തമായ നിയമങ്ങളുള്ളപ്പോൾ ഇവിടെയൊക്കെ നിയമങ്ങൾ ശക്തമായി വരേണ്ടതിൻ്റെ ഒരു ആവശ്യതയാണ് അന്യയുടെ മരണം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളോടൊക്കെ പറയണം, പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കണം, അസർട്ടീവായിട്ട് പറയണം. ഗ്രീവൻസ് റിട്രസൽ മെക്കാനിസം, അതായത് പരാതി പരിഹാര സെല്ലുകൾ നമ്മുടെ കമ്പനികളിൽ ഉണ്ടാവേണ്ട ആവശ്യകത വളരെ അത്യാവശ്യമാണ്. കൗൺസിലേഴ്സിൻ്റെ സഹായം വളരെ കൊടുക്കണം. അവർക്ക് വരെ പ്രൊഫഷണലായിട്ട് അത് ഗൈഡ് ചെയ്യാൻ സാധിക്കും ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഒരു ജീവനക്കാരി വന്ന് ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ട്രെയിനിങ്ങുകളും കാര്യങ്ങളൊക്കെ കൊടുക്കണം. പലപ്പോഴും അതൊന്നും കൊടുക്കാറില്ല. എന്താണ് ഇവിടുത്തെ ജോബ് ഡിസ്ക്രിപ്ഷൻ, എന്താണ് ചെയ്യേണ്ടത്, അതൊന്നും കൊടുക്കാതെയാണ് വർക്കിലേക്ക് അങ്ങ് മുഴുകുന്നത്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന എല്ലാ ജോലികളും ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരും. ഒരു അടിമയെ പോലെ ജോലി ചെയ്യേണ്ട, ഒരു സബ്മിസീവ് നേച്ചറിൽ ജോലി ചെയ്യേണ്ട സ്ഥിതി വരും. ഇതൊന്നും നമുക്ക് വെച്ച് പഠിപ്പിക്കാൻ പറ്റുന്നില്ല. കുട്ടികളെ അസർട്ടീവായിട്ട് വളർത്താനും അസർട്ടീവായിട്ട് ചില കാര്യങ്ങൾ പറയാനും പോയാൽ പോകട്ടെ എന്ന് വിചാരിക്കുക. ജോലി പറയാൻ എന്നെക്കൊണ്ട് സാധിക്കത്തില്ലെങ്കിൽ സാധിക്കത്തില്ല, എൻ്റെ വർക്ക് ലോഡ് ഇത്രയാണെന്ന് പറയാൻ സാധിക്കുക. പലപ്പോഴും വർക്ക് അറിയാൻ വയ്യാത്തൊരു മേലധികാരിയാണെങ്കിൽ അവരെ അത് പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു സ്ഥിതിയും കൂടെ വരാറുണ്ട്. അപ്പോൾ അത്തരം ബോസുകൾ വരാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ വർക്ക് എൻവയറമെൻറ്റ് വരുന്നൊരു സംഭവമാണ്. വർക്ക് എൻവയറമെൻറ്റിൽ നമ്മുടെ സ്പിരിച്വൽ കോഷ്യൻ്റ്, അതുപോലെ ഇമോഷണൽ കോഷ്യൻ്റൊക്കെ വളരെ ശക്തമായി അതിനുള്ള ഇമോഷണൽ കോഷ്യൻ്റെ ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കണം നമ്മുടെ എംപ്ലോയീസിന് ഉത്ബോധിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഒരു ഓറിയൻറ്റേഷൻ കൊടുത്തിട്ട് വേണം വർക്കിലേക്ക് പോകാൻ. അതിനകത്ത് പിന്നെയും സ്ട്രെസ്സ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തുള്ള വ്യക്തമായ റിഡ്രസൽ മെക്കാനിസംസ് നമ്മൾ സ്വീകരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വെറും മെഷീൻസുകളായിട്ട് നമ്മൾ മനുഷ്യർ മാറുന്ന ഒരു കാലഘട്ടം അതിവിദൂരമല്ല. പലപ്പോഴും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ കൈയടക്കുമ്പോൾ ഇനിയും വീണ്ടും കൂടുതൽ ചൂഷണമൊക്കെ വരാനുള്ള സാധ്യത. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സമയത്ത് ചില ആൾക്കാരെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിപ്പിക്കാനൊക്കെ സാധ്യതയുണ്ട്. നമ്മൾ ഇതിനകത്ത് ശക്തമായ നിയമങ്ങൾ ഈ അന്യയുടെ മരണത്തോടു കൂടി നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളത് എൻ്റെ ഒരു വ്യക്തമായൊരു ആവശ്യമാണ്. ആ കുടുംബത്തിലെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. വാസ്തവത്തിൽ ആ കുഞ്ഞിന് പറ്റിയത് വളരെയധികം വലിയൊരു ദുരന്തമാണ്. നമ്മളൊരു വർക്ക് എൻവയറമെൻറ്റിൽ കുഴഞ്ഞു വീണിട്ട് അത് നമ്മൾ സമൂഹ മനസ്സാക്ഷി അത് ഉണരുകയും അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു റീത്ത് പോലും വെച്ചില്ല എന്നൊക്കെയാണ് സമൂഹം കുറ്റപ്പെടുത്തുന്നത്. അവിടുത്തെ എംപ്ലോയീസ് ഈ കത്തെടുത്ത് ഒരമ്മയുടെ ഹൃദയഭേദകമായ കത്തെടുത്ത് വെളിയിലോട്ട് വിട്ടു. സമൂഹം മുഴുവൻ അത് അറിഞ്ഞു. എന്തായാലും അതൊരു കണ്ണു തുറപ്പിക്കുന്ന സംഭവമായി തീരട്ടെ. പുതിയ നിയമങ്ങളും ശക്തമായ നിയമാവലികളും ഒക്കെ വരട്ടെ.
ഇനി മേലാൽ ഇത് ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് മാത്രം ഉദ്ബോധിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റു വീഡിയോ എന്നെ പ്രോത്സാഹിപ്പിക്കും. നന്ദി, നമസ്കാരം.